ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു കൊറിയൻ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് അടിപൊളി ഒരു കൊറിയൻ സീരീസാണ്. ആരും മിസ്സാക്കണ്ട. ക്ലൈമാക്സ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എൻഡാണ് വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ ഹീറോ കിം ജോലി സ്ഥലത്ത് നിന്ന് റൂമിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗുണ്ടകളെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ കാറൊക്കെ തട്ടി വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് അവനോട് ഇങ്ങനെ തട്ടിക്കയറുന്നുണ്ട്. പക്ഷേ കിം അതിനൊന്നും മറുപടി കൊടുക്കാതെ അവരോട് സോറി പറഞ്ഞ് വീണ്ടും ഓക്കെ എൻ്റെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും അവർക്കതൊരു എന്താ പറയുക, അതിലൊന്നും തൃപ്തി വരാതെ അവനൊന്ന് അടി കൊടുത്തിട്ട് തന്നെ അവർ മടങ്ങിപ്പോയി. കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കിം ഉറങ്ങി എഴുന്നേൽക്കുകയും എല്ലാ വീട്ടു ജോലി ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് തീർക്കുന്നതാണ്. അപ്പോൾ പണികളൊക്കെ തീർന്നിട്ട് വേഗം മോളെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. മോൾക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായി. വേഗം എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇതാ ലേറ്റായി. അപ്പം മോൾക്ക് ഉറക്കാമെന്നെങ്കിൽ ശരിയാവുന്നില്ല. വീണ്ടും വന്ന് ഹാളിൽ കിടക്കുകയാണ് മോൾ. പറയുന്നുണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും മോളെ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട ഡാഡിന്ന്. പിന്നെ സ്കൂളിലേക്കുള്ള ഒരു ഫോം ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് കിം. അതിൽ മദറിൻ്റെ സിബ്ലിങ്ങിൻ്റെ സ്ഥാനത്തൊക്കെ തെറ്റിട്ടിട്ട് ഫ്രണ്ടിൻ്റെ നെയിമും നമ്പറൊക്കെ എഴുതാനുണ്ട്. അപ്പം മോളോട് ചോദിക്കുന്നുണ്ട് ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ ഇതാണ്. അപ്പം മോളൊരു മനസ്സില്ലാതൊരു ഇഷ്ടത്തോടെ കൂടി ഒരു നമ്പർ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതിനുശേഷം ആ നമ്പർ അവന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. മോളെ പേര് മിഞ്ചി. അപ്പോൾ നമ്മളെ മിഞ്ചി സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്. അപ്പോൾ അതിനിടയ്ക്ക് അപ്പുറത്തെ ലോണ്ടറിക്കാരൻ വന്നിട്ട് മോളോട് ചോദിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ മോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വേഗം ബസ്സിൽ കയറാൻ പോകുകയായിരുന്നു. അപ്പോൾ നല്ല തിരക്കില്ല ബസ്സാണ്. അപ്പോൾ വേഗം മോൾ കയറുന്നുണ്ട്. ലോണ്ടറിക്കാരിങ്ങനെ മിഞ്ചി പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മളെ കിം ഗേറ്റും പൂട്ടിയിട്ട് വരുന്നത്. അപ്പോൾ തലേന്നുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മളെ ലോണ്ടറിക്കാരൻ കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ചോദിക്കുന്നൊന്നും പറ്റിയിട്ടില്ലല്ലോ, ഞാൻ ഇന്നലെ കണ്ടിരുന്നു, അവരൊക്കെ അടിക്കുന്നതൊക്കെ കണ്ടിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. പറഞ്ഞാൽ ഇല്ലപ്പാ എല്ലാം ശരിയായി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയുന്നുണ്ട് സോറി കേട്ടോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അത് കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എന്തെങ്കിലും സ്യൂട്ടാക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ലോണ്ടറി ചെയ്യാനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും മെയിൻ്റാക്കാണ്ട് നമ്മളെ കിം നടന്ന് പോവുക ചെയ്യുന്നു. നമ്മളെ മിഞ്ചിയുടെ ബസ്സാന്ന് കാണിക്കുന്നത്. ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ നമ്മളെ മിഞ്ചി നേരെ ഒരു ചെക്കൻ്റെ മേത്തേക്കാണ് വീഴുന്നത്. അപ്പോൾ നമ്മളെ മിഞ്ചി വീഴാതെ അവൻ പിടിച്ചു. അപ്പോൾ അവൾക്കതൊരു എന്താ പറയുക, ഒരു ഷോക്ക്. കിമ്മിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. കിം കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഫണ്ട് കുറഞ്ഞതായിട്ട് സീനിയർ ഓഫീസർ എടുത്തതായിട്ട് കണ്ട്. അപ്പോൾ പോയിട്ട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ആനിവേഴ്സറിക്ക് അതിൽ നിന്ന് കമ്പനിയിൽ നിന്ന് ഫണ്ട് എടുത്തതായിട്ട് തിരിഞ്ഞു. ഓഫീസർ പറഞ്ഞാൽ നീ പ്രശ്നമാക്കല്ല, ഞാൻ എനിക്കിന്ന് ചിലവ് തരാമെന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ കിം നമ്മൾ കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ സെൽഫ് പ്രൊട്ടക്ഷനില്ല സാധനങ്ങളൊന്നും കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ലേഡി ഓഫീസർ വന്നിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഇതായിരിക്കാ ചെക്ക് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് എനിക്കല്ല, എൻ്റെ മോളെ ബർത്ത്ഡേ ആണ്, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ലേഡി പറയുന്നുണ്ട് മോൾക്ക് ഇതൊന്നും ഇഷ്ടമായില്ല, മോൾക്ക് ഇഷ്ടമില്ലത് നിങ്ങൾക്ക് ചോദിച്ചുകൂടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഉമ്മ പറയുന്നത് വെച്ചാൽ മോളിപ്പോൾ എന്നോട് അത്ര ടച്ച് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ലേഡി പറയുന്നത് അതൊന്നും പ്രശ്നമില്ല, അല്ല ഈ പ്രായത്തിൻ്റെ ആണ്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഒരു ഗിഫ്റ്റ് വാങ്ങാൻ. നിൽക്കുന്നത് നമ്മളെ ഈ മിഞ്ചിയുടെ സ്കൂളാണ്. അവിടെ മിഞ്ചിയുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ജിമ്മിൻ്റെ ഡ്രസ്സ് ഉണ്ടോ, അതെനിക്കൊന്ന് തരുമോയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മിഞ്ചി എടുത്ത് കൊടുക്കുന്നുണ്ട്. അവിടേക്ക് കുറച്ചധികം റൗഡി കുട്ടികൾ അവിടത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ മിഞ്ചിയുടെ ബുക്കൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നു. അന്ന് കുറച്ച് ആളാവാൻ നോക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള ആളാണ് ഈ ഹയറിങ്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് മിഞ്ചിനെ കുറിച്ചിട്ട് ഒരു കുറ്റം പറയുകയും ചെയ്യുന്നു. അത് കേട്ടിട്ട് മിഞ്ചി ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് അവരെ നോക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് ക്ലാസ് റൂമിലേക്ക് നേരത്തെ മിഞ്ചിനെ രക്ഷിച്ച ആ ചെക്കൻ വരുന്നത്. ചെക്കൻ നേരെ വന്ന് ഹയറിങ്ങിനോട് പറഞ്ഞ് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൂട്ടിയിട്ട് പോവുക ചെയ്യുന്നു. അതേ സമയം തന്നെ മിഞ്ചിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞ് വാഷ്റൂമിൽ നമ്മളെ മിഞ്ചിനെ ആ നേരത്തെ കാണിച്ച റൗഡി കുട്ടികളുണ്ടല്ലോ, അവർ വീണ്ടും അവളെ ഇങ്ങനെ ചൊറയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ വേണ്ടാധീനം പറഞ്ഞിട്ട് ഇങ്ങനെ അവളെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുക. അച്ഛനെ കുറിച്ചിട്ടും ജോലിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞ് അവൾ പൂവറാന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവളെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാന്ന്. ഇതിലുള്ള ഈ ഹയറിങ്ങിൻ്റെ എന്താ പറയുക ഫാദറൊക്കെ ഭയങ്കര റിച്ച് ബിസിനസ്മാനാണ്. അപ്പം അതിൻ്റെയൊക്കെ അഹങ്കാരം ഇവളോടാണ് കാണിക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച ലേഡി ഓഫീസറില്ലേ, അവർ പറയുന്നുണ്ട് വാ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം, മോൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവായിരുന്നു. അപ്പോൾ രണ്ടാളും കൂടി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് എത്തി.
കേക്കൊക്കെ നമ്മളെ ഈ ലേഡി ഓഫീസർ മുൻകൂട്ടി തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നോട് പറയുന്നുണ്ട്, നീ ഞാനൊരു സ്ക്രീൻഷോട്ട് അയച്ചു തരാം, അതൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, നീ ഒന്ന് പോയിട്ട് ലൈനിൽ നിൽക്കുന്നു. വേഗം എന്താക്കുക, അടുത്ത ഗിഫ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക ചെയ്യുന്നു. ആ സമയത്താണ് കിമ്മിന് അത് ഓർമ്മ വന്നത്. തൻ്റെ കയ്യിൽ ടച്ച് ഫോണൊന്നുമല്ല, എന്താ പണ്ടത്തെ കീപാഡ് ഫോണില്ലേ, അതാ അതിലെങ്ങനെയാണ് സ്ക്രീൻഷോട്ട് നോക്കാമെന്നുള്ളത് അന്നേരമാണ് ഓർമ്മ വരുന്നു. ലൈനിൽ മുമ്പിലൊക്കെ എത്തി, പക്ഷെ സ്ക്രീൻഷോട്ട് ഇല്ലാണ്ട് തരൂല എന്ന് അവർ പറയുക ചെയ്യുന്നു. അവർ പറയുന്നുണ്ട്, ഒന്നും കൂടി പോയിട്ട് ലൈനിൽ നിന്നോ. അപ്പോൾ ലൈൻ കാണുമ്പോൾ തന്നെ അവന് ക്ഷീണം, അത്രയൊക്കെ ലൈനുണ്ട്. ഒന്നും മൈൻഡ് ചെയ്യാണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളെ വിളിക്കുകയായിരുന്നു. ആ സമയത്ത് ടൈമിന് ആ ലേഡി ഓഫീസർ വേഗം വന്നിട്ട് ഇതാ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് വേഗം കേക്ക് വാങ്ങിയിട്ട് പോകും. നെക്സ്റ്റ് സെക്ഷനിലേക്ക് ഓടുന്നു. പിന്നെ നമ്മളെ ലേഡി ഓഫീസർ സെലക്ട് ചെയ്ത ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് ഈ കിം റിട്ടേൺ ആക്കണം എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. എക്സ്പെൻസീവ് ആയിട്ടുള്ള ടീഷർട്ടായിരുന്നു. അപ്പോൾ കിം പറയുന്നുണ്ട്, ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഗിഫ്റ്റൊന്നും ഞങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നു. ലേഡി ഓഫീസർ പറയുന്നുണ്ട്, ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണ്, നിങ്ങളെ മോൾക്ക് എന്തായിട്ട് ഇത് ഇഷ്ടപ്പെടും, എന്തായാലും നിങ്ങൾ ഇത് വാങ്ങിക്കുമെന്ന് പറയുന്നു. എന്നിട്ടും കിം ഒന്നും വിടുന്നില്ല, സമ്മതിക്കുന്നില്ല. അപ്പോൾ കിമ്മിൻ്റെ ആ ലേഡി ഓഫീസർ പറയുന്നുണ്ട്, ഇപ്പോൾ ഇത് വാങ്ങിക്കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കാലം ചോദിക്കൂലേ മോള് എന്തെന്ന് വാങ്ങിത്തന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാമല്ലോ, ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റിനായി നിങ്ങൾക്ക് വാങ്ങിത്തന്നു. സാധനം കിം സമ്മതിച്ചു. ഗിഫ്റ്റൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോവുക ചെയ്യുന്നു. അതൊക്കെ ഒന്ന് മോള് കാണാതെ ഒളിപ്പിച്ചു വെച്ചു. ഇവിടെ എത്തുമ്പോഴേക്ക് മോളെ കണ്ട് മോളോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് വന്നത്? അതിന് മറുപടി ആയിട്ട് പറയുന്നത്, നിങ്ങളെ സ്യൂട്ടും ഇതൊക്കെ എൻ്റെ യൂണിഫോമിൻ്റെ കൂടെ അലക്കണ്ട കേട്ടോ, അങ്ങനെ പറയുന്നു. എമ്മ പറയുന്നു, ഓക്കെ ഞാൻ ചെയ്യുന്നില്ല, ഇനി മുതൽ നീ നിൻ്റെതൊക്കെ നീ ഒറ്റക്ക് തന്നെ ചെയ്തോ, ഞാൻ എൻ്റെത് ചെയ്തോളാം. അപ്പോൾ അത് കേട്ടിട്ട് മോൾക്ക് തീരെ ഇഷ്ടമായില്ല. മോള് വേഗം ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് പോവായിരുന്നു. നമുക്ക് കടന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ റിച്ച് പെൺകുട്ടി ഹൈറിൻ, അവളെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കുക ചെയ്യുന്നു. ഉള്ള ഒരു പോസ്റ്റിൽ നേരത്തെ നമ്മളെ ബസ്സിൽ നിന്ന് രക്ഷിച്ച ചെക്കനില്ലേ, അപ്പോൾ അവനൊക്കെ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവൻ്റെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കി നോക്കി. പെട്ടെന്ന് ഇങ്ങനെ നോക്കാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഏതോ ഒരു പോസ്റ്റിനൊന്ന് ലൈക്ക് അടിച്ചു പോയി. പെട്ടെന്ന് ചെയ്തു പോയിട്ട് ആകെ എന്താ പറയുക ടെൻസ്ഡായി. അത് അൺലൈക്ക് അടിക്കാനും പറ്റൂല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി നമ്മളെ മിഞ്ചി പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മളെ കിം സോഫയിൽ കിടന്നിട്ട് ഉറങ്ങുന്നു. അപ്പോൾ പറയുന്നു, എഴുന്നേൽക്ക് ഡാഡി, പോയിട്ട് റൂമിൽ പോയിട്ട് കിടക്കുക എന്ന് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിലൊക്കെ സോറി ഡാഡി. അപ്പം പറഞ്ഞത് അതൊന്നും പ്രശ്നമില്ല, ഞാൻ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകട്ടെ എന്ന് പറയുമ്പോൾ മോള് പറയുന്നു, പ്രശ്നമില്ല, അതൊക്കെ രാവിലെ കഴുകാം. അപ്പോൾ രാവിലെ നമ്മളെ കിം എണീച്ച് നോക്കുമ്പോഴേക്ക് മിഞ്ചി എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഹാപ്പിയായി. അപ്പം വിചാരിച്ച് വേഗം മിഞ്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. മിഞ്ചി അവിടെ നിന്ന് നമ്മളെ മിഞ്ചിയുടെ യൂണിഫോമൊക്കെ തപ്പുന്നുണ്ട്. യൂണിഫോം തപ്പുന്ന സമയത്ത് ആ റൗഡി പിള്ളറില്ലേ അവരെത്തി അവിടെ. ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടായിട്ട്. അപ്പോൾ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ടായിട്ട്, എവിടെ എൻ്റെ ഇത് ജിമ്മിൻ്റെ യൂണിഫോമാണ്? ഫ്രണ്ട് പറഞ്ഞു, അതാ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുള്ള. അപ്പോൾ ക്ലാസ്സിൽ വേറൊരു ചെക്കൻ പറഞ്ഞ്, അത് കുറച്ച് പിള്ളേർ അതെടുത്തിട്ട് വേസ്റ്റ് ബിന്നിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട മിഞ്ചിക്ക് നല്ല എന്തോ സങ്കടമായിപ്പോയി. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നടക്കുക ചെയ്യുന്നു മിഞ്ചി പാവം. ആ സമയത്താണ് നമ്മളെ മറ്റേ ചെക്കൻ വരുന്നത്. അപ്പോൾ അവൻ വന്നിട്ട് പറയും, ഞാൻ ജിമ്മിൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ്, വേണമെങ്കിൽ ഇതാ എൻ്റെ യൂണിഫോം എടുത്തോ. അപ്പോൾ അത് അവൾക്ക് കൊടുത്തിട്ട് പോവുക ചെയ്യുന്നു. അപ്പോൾ നമ്മളെ മിഞ്ചി ആ യൂണിഫോം എടുത്തിട്ട് നേരെ ജിമ്മിലേക്ക് പോയി. അപ്പോൾ നമ്മളെ ട്രെയിനർ ഉണ്ട് അവിടെ. അപ്പോൾ ചോദിക്കും, എവിടെ നിൻ്റെ ഫുൾ യൂണിഫോം എവിടെ? അപ്പോൾ യൂണിഫോമിൽ പേര് മിഞ്ചിരെ അല്ല കാണിക്കുന്നത്. അപ്പോൾ പറയും, ഇത് നിൻ്റെ യൂണിഫോം അല്ലല്ലോ. അപ്പോൾ യൂണിഫോമിലുള്ള ചെക്കൻ്റെ പേര് കേട്ടപ്പോൾ റൗഡീസ് ഉണ്ട് അവർ അവിടെ. അപ്പോൾ അവരൊന്ന് തിരിഞ്ഞ് നോക്കുക ചെയ്യുന്നു ഇവളെ. ഇതൊക്കെ അവിടെ തീർന്നു. പിന്നെ കാണിക്കുന്ന നമ്മളെ മെയിൻ ക്യാരക്ടർ ഒരാൾ. അവരെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു കരാട്ട മാസ്റ്ററാണ്. ഇവൻ്റെ കുട്ടികളെന്ന് വെച്ചാൽ കുറച്ച് വികൃതികളാണ്. ഇവനെ പെടാപ്പാട് പിടിക്കുകയായിരുന്നു. ഇവൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നു. ഇവൻ നല്ലോണം കിട്ടുകയും ചെയ്യുന്നുണ്ട് പിള്ളേരെമെന്ന്. അവസാനം മടുത്തിട്ട് പറയുന്നത് പിള്ളേരോട്, എവിടെയെങ്കിലും പോയിട്ട് കളിച്ചു വന്ന് എനിക്ക് മതിയായി. ആയിട്ട് കാണിക്കുന്നത് നമ്മളെ സീരീസിൽ അടിപൊളി ഒരു ഫണ്ണി ക്യാരക്ടറാണ്. ട്രാഫിക് പോലീസ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നല്ല കൂളായി നല്ല ഫണ്ണിയായി എല്ലാവരോടും അങ്ങനെ നല്ല ഇതിൽ പെരുമാറിയിട്ടാണ് നടക്കുന്നത്. എൻ്റെ അടുത്ത് ഒരു വയസ്സായ ആളൊക്കെ വന്നിട്ട് വരുമ്പോൾ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വണ്ടി കൊണ്ടുപോകുമ്പോൾ മറ്റേ ആൾ പറയുന്നുണ്ട്, അതിലല്ല പോണ്ടാക്കി ഇപ്പുറത്തെയാണ് പോകേണ്ടത്. അപ്പോൾ അതൊന്നും മെയിൻ്റ് ആക്കാണ്ട് വേഗം അവൻ്റെ വഴിയിലൂടെ എടുത്ത് കൊണ്ടുപോയി. ഗാനം പണിയെല്ലാം കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ ഓഫീസിലേക്കൊന്ന് തിരിച്ചു പോവുക ചെയ്യുന്നു. ഈ ഫേസൊക്കെ മാറിയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഫേസായിട്ട് മാറുമായിരുന്നു. ഓഫീസിലെ ജനലും വയലെല്ലാം അടച്ച് അവൻ്റെ ഓഫീസിലെ എന്തെന്നാ പറയണ്ടേ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു.
അപ്പോൾ കാര്യമായിട്ട് എന്തോ പരിപാടി എന്ന് വിചാരിക്കുന്ന സമയത്ത് അപ്പോൾ എന്തിനാ ഗെയിം കളിക്കാൻ. അപ്പോൾ കരാട്ട മാസ്റ്റർ വന്നിട്ട് കുറേ മുട്ടുന്നു. അപ്പോൾ ഇത് ഗെയിമിൻ്റെ ഇടയ്ക്ക് ഒന്നും കേൾക്കുന്നില്ല. നല്ല ഒരു ചവിട്ട് കൊടുത്ത സമയത്ത് ഇവൻ അറിഞ്ഞു വാതിലിന്. അറിയാൻ വേണ്ടിയിട്ട് വേഗം നോക്കുക ചെയ്യുന്നു. എനിക്കൊന്ന് ഇവരെ മൂന്നാളെയാണ്. ഇപ്പോൾ ഇവർ മൂന്നാളും ഫ്രണ്ട്സാണ്. നമ്മളെ കിമ്മും കരാട്ട മാസ്റ്ററും ഈ ഫണ്ണിയും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നു മൂന്നാളും. അപ്പോൾ ഇവർ മൂന്നാളും ഭയങ്കര ടൈം എടുത്ത് നല്ലോണം എൻജോയ് ചെയ്ത് കുറേ തമാശകളും കഥകളൊക്കെ പറഞ്ഞ് നല്ല വൃത്തിക്ക് ഫുഡ് കഴിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ ഫണ്ണി ക്യാരക്ടർ ഉണ്ടല്ലേ, അപ്പോൾ അദ്ദേഹം അതാ യൂണിഫോമിൻ്റെ ഉള്ളിൽ മോളെ ഫോട്ടോ വരുന്ന ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചിട്ടൊക്കെ സംസാരിച്ച് അതൊക്കെ കുറച്ച് ഇമോഷണലൊക്കെ ആയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് അവിടത്തേക്ക് കുറച്ച് ഗുണ്ടകളെ പോലത്തെ ആൾക്കാർ വരുന്നത്. അന്ന് കിമ്മിനോട് പ്രശ്നം ഉണ്ടാക്കിയ നമ്മളെ സീരീസിൻ്റെ തുടക്കത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ കുറച്ച് ആൾക്കാരില്ലേ, അപ്പോൾ അവരായിരുന്നു. അപ്പോൾ അവർ വെറുതെ ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. പെട്ടെന്ന് നമ്മളെ ഫണ്ണിയില്ലേ, ഓനെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നു. അപ്പോൾ അവനത് ഇഷ്ടമായിട്ടാണ്. എന്താടാ നീ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഓനെ പേടിപ്പിച്ച്. അപ്പോൾ നമ്മളെ കരാട്ട ആളില്ലേ, അപ്പോൾ അവന് മുഖം തിരിക്കുക, ഇങ്ങോട്ട് നോക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ ഫണ്ണി അതൊന്നും മൈൻഡാക്കാണ്ട് വീണ്ടും അവനെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം മറ്റേ രണ്ടാളും കൂടി എണീച്ചിട്ട് പറയും വാ പോവാ വെറുതെ പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് കീയുന്ന സമയത്ത് മറ്റേ ഗുണ്ടകൾ ഇവൻ്റെ അടിയ തുടങ്ങി. പിന്നെ ഒന്നും പറയാൻ പറ്റിയിട്ട് രണ്ടാളും മരണ അടിയാണ്. നമ്മൾ ഫണ്ണിൻ്റെ റിയൽ ഫേസ് അന്നേരം പുറത്തേക്ക് വന്നു. പക്ഷെ കിം ഇതിനൊന്നും മൈൻഡാക്കാണ്ട് വേഗം വീട്ടിലേക്ക് വിട്ടു. നമ്മളെ കരാട്ടക്കാരൻ ഫണ്ണിനെ പിടിച്ചു വെക്കും തോറും പക്ഷെ എങ്ങനെ അടങ്ങുന്നില്ല. അവനിങ്ങനെ ഹൊററായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 4 ഭാഗത്തുനിന്ന് പോലീസ് വന്നിട്ട് അവനെ ഷോക്ക് അടുപ്പിച്ചിട്ട് സൈലൻ്റാക്കി നിർത്തി. അതേസമയം കിമ്മ നമ്മളെ വീട്ടിലെത്തി. പെട്ടെന്നാണ് അവന് ജിമ്മിൻ്റെ യൂണിഫോമാണ്. ഇഞ്ചിനോട് ചോദിക്കുകയാണ് ഇതാരതാ, നിൻ്റേതല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് എന്നിട്ട് വേഗം വാങ്ങി. അപ്പോൾ അതിലെ നെയിം കിമ്മൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. എന്ന് മിഞ്ചി നമ്മളെ യൂണിഫോം തിരിച്ചു കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് മറ്റേ ചെക്കനെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഇടയിൽ കിട്ടി. അപ്പോൾ യൂണിഫോമൊക്കെ തിരിച്ചു കൊടുത്തൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ചോദിക്കാം നീ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റിന് ലൈക്ക് അടിച്ചിട്ടില്ലേ. അപ്പോൾ ആകെ ഒരു ഇല്ലപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്യല്ല എന്നിട്ട് വേഗം മുങ്ങുന്ന ഇടയ്ക്ക് ഇവന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ട്. അപ്പോൾ മിഞ്ചിയുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ പോയി. അവർ ഫ്രണ്ട്സായി. പക്ഷെ ഇതെല്ലാം ബേക്കിൽ നിന്ന് ആര് കാണുന്നുണ്ട്, ഹൈറിയും ടീംസും. അവൾക്കതത്ര പിടിച്ചില്ല. അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഫുൾ പ്രശ്നമാക്കി. അവളെ അടി കൊടുക്കലും എന്തൊക്കെയോ ചെയ്തു. അവളെ മെൻ്റലി തകർക്കാൻ വേണ്ടിയിട്ട് പാരൻസിനെ കുറിച്ചിട്ടും ഡാഡിനെ കുറിച്ചിട്ടുമൊക്കെ നല്ലോണം പറയുമ്പോൾ പിന്നെ കുറേ സഹിച്ചു. മിഞ്ചിയൊന്നും മിണ്ടാതെ എല്ലാം ക്ഷമിച്ചു. അവളെ കൺട്രോൾ പോയി, ഒറ്റ ചവിട്ട് കൊടുത്തു. പിന്നെ അവിടെ ഫുൾ പ്രശ്നമായി. സ്കൂളുകാർ മിഞ്ചിയുടെ ഡാഡിനെയും മറ്റുള്ള ഡാഡിനെയും എല്ലാവരെയും വിളിച്ചു. കിമ്മി ഇതൊക്കെ കേട്ടിട്ട് ആകെ ഷോക്കായി. അത്രയും പെട്ടെന്ന് സ്കൂളിലെത്താമെന്ന് പറഞ്ഞു. നമ്മളെ ഹൈറിയുടെ ഡാഡ് പറഞ്ഞ പോലെ സൂപ്പർ റിച്ച് മറ്റൊരു ബിസിനസ്സായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ പുറകിലൊരു അടയാളം കണ്ടു. അപ്പോൾ എന്തേന്ന് ചേരൻ പറഞ്ഞു അത് ഞാൻ പണ്ടൊരു ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മകൾക്ക് അതൊരു വല്ലാത്ത പേടിയായിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്തു, അതിൻ്റെ അടയാളമാണ്. അപ്പോൾ മറ്റവൻ ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര പെയിൻഫുള്ളായിരിക്കില്ലേ. അവൻ തിരിച്ചു പറയുന്നുണ്ട് ചില ആൾക്കാർ പ്രോമിസ് ചെയ്തിട്ട് അത് ചതിക്കുന്നതിൻ്റെ അത്ര പെയിൻഫുള്ളായിരിക്കില്ല ഇതെന്ന്. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോഴൊരു ഫോൺ വരുന്നത്. അത് വൈഫിൻ്റെ ആയിരുന്നു. സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം പുതിയൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ചെയർമാനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഓഫീസേഴ്സിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ചെയർമാനെയൊന്നും കാണാൻ പറ്റില്ല എന്നിട്ട് തിരിച്ചു പോകുന്നു. പിന്നെ കാണിക്കുന്ന സ്കൂളാണ്. ഹാരിയുടെ മമ്മിയൊക്കെ പ്രശ്നമാക്കുന്നുണ്ട് എന്താ ഇയാൾ ഇത്ര ലേറ്റ് ആകുന്ന എന്നിട്ട് നോക്ക്. അപ്പോൾ കിമ്മ് വന്ന ഉടനെ ദേഷ്യം പിടിക്കുന്നു. ഇതാ എൻ്റെ മോളെ നോക്ക്, എൻ്റെ മോളെ കോലം നോക്ക്, ഇതാ നിങ്ങളെ മോള് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോൾ മിഞ്ചി പറയുന്നുണ്ട് ഇല്ല ഞാനല്ല ചെയ്തതിന്, ഫസ്റ്റ് അവളാണ് തുടങ്ങിയത്, ഞാൻ കുറേ സഹിച്ച് ലാസ്റ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ കിമ്മ് ഇതൊന്നും കേൾക്കാണ്ട് അവരോട് സോറി പറയുക ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും മിഞ്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മറ്റേ അയാളെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്നിട്ട് സോറി പറഞ്ഞതൊന്നും മിഞ്ചിക്ക് ഇഷ്ടമാവുന്നില്ല. അമ്മയില്ലാതെ വളർത്തുന്ന കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സെൻറ്റി അടിച്ചിട്ട് അവൾ ഇതാക്കി. മിഞ്ചിക്കൊന്നും ഇഷ്ടപ്പെടാതെ വേഗം ഇറങ്ങിപ്പോവുക ചെയ്യുന്നു. സാറ് പറയുന്നുണ്ട് ഇനിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല,
പക്ഷേ ഇയാൾ പറയുന്നുണ്ട് ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ ഇനി സ്കൂൾ തന്നെ ഇവിടെ ഉണ്ടാവില്ല എന്നും ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ തിരിച്ചു പോയി. പിന്നെ കാണിക്കുന്ന മിഞ്ചി ഇങ്ങനെ ഭയങ്കര ടെൻഷനിലിരിക്കുകയും തൻ്റെ അച്ഛൻ വരെ തന്നെ കേട്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു അവൾക്ക്. പക്ഷെ ഡാഡി വന്നിട്ട് പറയുന്നുണ്ട് ഇയാൾ പക്ഷെ നിന്നെ മനസ്സിലാക്കാൻ പറ്റുമോളെ, പക്ഷേ അങ്ങനെയാന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പറ്റും അവളൊന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പറയുന്നുണ്ട് മോളെ വാ നാളെ നിൻ്റെ ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേ തന്നെ ഹെയ്റ്റ് ചെയ്യുന്നു, എനിക്കിഷ്ടമല്ല, എൻ്റെ അമ്മ നഷ്ടപ്പെട്ട ദിവസമല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് മിഞ്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് മിഞ്ചിക്ക് ഒരു മെസ്സേജ് വരുന്നു, സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ബേക്കിലേക്ക് വാന്ന് പറഞ്ഞിട്ട് മറ്റേ ചെക്കൻ. പിന്നെ കാണിക്കുന്ന ഡാഡി ഭയങ്കര വിഷമമായിട്ട് 12 മണിയാവാനായി, ഇവള് വന്നിട്ടില്ലല്ലോ, എന്നാലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതല്ലോ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വെച്ച് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. പിന്നെ ഡാഡി ആലോചിച്ചു തന്നെ വിളിച്ചാൽ പിന്നെ അവിടെ നിന്ന് ഉറങ്ങിപ്പോകുന്ന മിഞ്ചി പറഞ്ഞ കാര്യം, അതുകൊണ്ട് പിന്നെ ഫോൺ ചെയ്യാനും നിന്നിട്ട. രാവിലെ സ്കൂളിൽ പോയിട്ട് അന്വേഷിച്ചു മിഞ്ചിനെ കുറിച്ചിട്ട്, അപ്പോൾ അവിടെ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളൊരു വാർത്ത ശരിക്കും ഞെട്ടിപ്പോയി. സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മറ്റേ പയ്യനെ കണ്ട്, അന്ന് യൂണിഫോമിൽ അവൻ്റെ നെയിം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് ഞാനല്ല മെസ്സേജ് അയച്ചിന് മറ്റേവറാന്നെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അവൻ അവിടെ നിന്ന് പോയി. പിന്നീട് ഇവനിതാ സ്കൂളിൻ്റെ ബേക്കിലേക്ക് വരുമ്പോൾ ബ്ലഡൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ബ്ലഡിൻ്റെ അടുത്ത് അതാ ഒരു ഹെയർ ബാൻഡ്, പക്ഷെ അത് മറ്റേ ഓളത് ഹൈറിയാണെന്ന് മനസ്സിലായി. അതേസമയം ഹൈറിയും വേറൊരുത്തനും കൂടി ഇങ്ങനെ നടന്നു വന്നിട്ട് പറയുന്നുണ്ട്, ഓ വെതറും കൂടി നമുക്ക് അനുകൂലമായി, മഴ വന്നുകൊണ്ടെല്ലാം ബ്ലഡെല്ലാം പോയി അല്ലേ എന്ന് പറയുന്നുണ്ട്. ഇനി അവളെ കുറിച്ചിട്ടൊന്നും ഇതാക്കണ്ടാവും. ഇങ്ങനെ സമാധാനിക്കുന്നുണ്ട്, നീ അതിനെക്കുറിച്ചിട്ടൊന്നും പേടിക്കണ്ട. പെട്ടെന്ന് ബേക്കുന്നൊരു സൗണ്ട് ഇട്ട് നോക്കുമ്പോൾ മിഞ്ചിയുടെ അച്ഛൻ, ഞാൻ മിഞ്ചിയുടെ ഡാഡാണെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ അവരൊരു ഞെട്ടി വേഗം പോവാൻ കീമം പറയുന്നുണ്ട്, അമ്മ മിഞ്ചിനെ ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വേഗം പോവായിരുന്നു അവർ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതിന് ഞാൻ മിഞ്ചിനെ കുറിച്ചിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ, ഇതാ ഈ ഹെയർ ബാൻഡ് നിൻ്റേതല്ലേ നോക്കുകയെന്ന് ഹെയർ ബാൻഡ് കാണിച്ചിട്ട്. അപ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോയി. അതേസമയം അവന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഷർട്ടൊക്കെ ഊരി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ഷർട്ടും കൂടി ഊരുമ്പോഴാണ് ആ സത്യം ശരിക്കും ഷോക്കിംഗ് ന്യൂസ്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഓന് നോർത്തിലെ അവൻ്റെ ഹെഡിനെ തലക്ക് ഗണ്ണൊക്കെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത്. എനിക്ക് ഫ്രീഡം വേണം, നിങ്ങളതൊക്കെ സമ്മതിച്ചതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ടില്ല ഒരു ഫ്ലാഷ് ബാക്ക്. പിന്നെ ബോഡി ഫുള്ള് കാണുന്നത് അങ്ങനെയാണ്, ഫുള്ള് ബുള്ളറ്റ് കയറിയതും നൈഫ് കൊണ്ട് വരുന്നതൊക്കെ. ലാസ്റ്റ് ഒരു ഡയലോഗും, എൻ്റെ മിഞ്ചി എവിടെ,